ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കപ്പ കട്ട്ലറ്റ്. നമ്മുടെ വീട്ടിൽ കപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. കപ്പ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ആരും പറയില്ല കേട്ടോ, അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലറ്റാണിത്. അപ്പോൾ കപ്പ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും, പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പിലയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം 2 മീഡിയം വലിപ്പത്തിലുള്ള സവാള നേരിയതായിട്ട് കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് സവാള നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കുക. സവാള നല്ല പോലെ വാടിയതിന് ശേഷം വേണം നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ടുകൊടുക്കാൻ. ഇപ്പോൾ സവാള ഇവിടെ വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത്. പിന്നെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് 1/2 ടീസ്പൂണ്. ഇനി പൊടികളുടെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ചുടച്ച് വെച്ചിട്ടുള്ള കപ്പ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 1/2 കിലോ കപ്പ വേവിച്ചുടച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പോലെ ഉടച്ചതിന് ശേഷം വേണം നമ്മളിതിലേക്ക് ചേർക്കാൻ. പിന്നെ കപ്പ ചൂടോടുകൂടി ഉടച്ചെടുക്കണം കേട്ടോ, എന്നാൽ നല്ല പോലെ ഉടച്ചെടുക്കാൻ പറ്റും. തണുത്തതിന് ശേഷം ഉടച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നല്ല പോലെ വേവിച്ചുടച്ചിട്ട് വേണം നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കപ്പ എടുക്കാൻ. അപ്പോൾ കപ്പ ഉടച്ചത് ഞാനിപ്പോൾ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ടിട്ടാണ് കേട്ടോ ഞാൻ കപ്പ വേവിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കപ്പ കൊണ്ട് കട്ട്ലറ്റ് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ കപ്പയും മസാലയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. മല്ലിയില കൂടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. മല്ലിയില ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഈ കപ്പയുടെ മിക്സ് നല്ല പോലെ തണുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ വെള്ളമോ ആക്കിയതിന് ശേഷം നമ്മളിതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ബോൾസിൻ്റെ ഷേപ്പിലാക്കുക ആദ്യം. എന്നിട്ട് പിന്നെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലൊന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെയാണ് ഞാനിപ്പോൾ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെല്ലാം നമുക്കിതുപോലെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. അപ്പോൾ ഇനി കട്ട്ലറ്റ് ഉണ്ടാക്കാൻ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഞാനൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ മുട്ട ഇവിടെ നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ആദ്യം ഈ മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം ഞാനിപ്പോൾ ഒരു ബൗളിൽ കുറച്ച് ബ്രെഡൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ബ്രെഡിൻ്റെ അരികുവശമൊക്കെ കട്ട് ചെയ്ത് മാറ്റുമല്ലോ, അതാണ് കേട്ടോ ഞാൻ ഈ പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ അരികുവശം കട്ട് ചെയ്ത് മാറ്റുന്നത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പം നമുക്ക് സ്നാക്കൊക്കെ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബ്രെഡ് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇനി എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ കപ്പ കട്ട്ലറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ അധികമായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഒരു 10-20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഷേപ്പിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ തിരിച്ചും മറിച്ചിട്ടൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യുക. അപ്പോൾ ഓയിൽ നല്ല പോലെ ചൂടാക്കിയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിൽ എന്ന് പറയുമ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുക. അപ്പോൾ കണ്ടോ നമ്മുടെ കട്ട്ലറ്റ് ഇപ്പോഴും നല്ല പോലെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കപ്പ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കട്ട്ലറ്റൊക്കെ കഴിക്കണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ കപ്പ കൊണ്ട് തന്നെ അടിപൊളിയായിട്ട് കട്ട്ലറ്റ് ഉണ്ടാക്കാം. അല്ലാതെ ചിക്കനോ ബീഫോ മുട്ടയോ ഒന്നും വേണ്ട കേട്ടോ. കട്ട്ലറ്റ് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയല്ല, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്നാക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.